എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഒരാളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്? നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ എന്നിവയിലെല്ലാം നമ്മൾക്ക് ഓരോരുത്തർക്കും തനതായ ഒരു ശൈലിയുണ്ട്. ഇതിനെയാണ് നാം വ്യക്തിത്വം എന്ന് വിളിക്കുന്നത്. മനഃശാസ്ത്രത്തിൽ ഒരാളുടെ വ്യക്തിത്വത്തെ കൃത്യമായി അളക്കാനും മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു അടിസ്ഥാന മാതൃകയുണ്ട്. അതാണ് ബിഗ് 5 പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്ന ഈ 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. 1. ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്. ഈ സ്വഭാവം കൂടുതലുള്ളവർക്ക് ഭാവനയും സർഗാത്മകതയും കൂടുതലായിരിക്കും. പുതിയ ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, സംസ്കാരങ്ങൾ, കല എന്നിവയോട് അവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും. പതിവ് ചിട്ടകളിൽ ഒതുങ്ങി നിൽക്കാൻ ഇത്തരം ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. ഒരു സാഹസിക യാത്ര പോകാനോ പുതിയൊരു ഹോബി കണ്ടുപിടിക്കാനോ അതുമല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനോ ആണ് എപ്പോഴും ഇത്തരം ആളുകൾ തയ്യാറാവുക. എന്നാൽ ഈ സ്വഭാവം കുറവുള്ളവർ യാഥാസ്ഥിതികമായി ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ തുടരാനുമാണ് ആഗ്രഹിക്കുന്നത്. 2. ഉത്തരവാദിത്വ ബോധം. ഈ സ്വഭാവ ഗുണം കൂടുതലുള്ളവർ വളരെ ചിട്ടയും അച്ചടക്കവുമുള്ളവരായിരിക്കും. അവർ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുമെന്ന് മാത്രമല്ല, വിശ്വസ്തരും കൃത്യനിഷ്ഠയുള്ളവരുമാണ്. അവർ കാര്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുകയും കഠിനാധ്വാനം ചെയ്ത് തങ്ങളുടെ ജോലികൾ പൂർത്തിയാക്കുകയും ചെയ്യും. ജീവിതത്തിൽ വിജയസാധ്യത കൂടുതലുള്ള ഒരു സ്വഭാവമാണിത്. ഈ ഗുണം കുറവുള്ളവരിലാകട്ടെ കൂടുതൽ അലസരും ഉഴപ്പന്മാരും പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകുന്നവരുമായിരിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. 3. എക്സ്ട്രോവേർട്ട്. എളുപ്പത്തിൽ പറഞ്ഞാൽ സാമൂഹിക ബന്ധങ്ങളിൽ ഒരാൾ എത്രത്തോളം സജീവമാണ് എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ സ്വഭാവം കൂടുതലുള്ളവർ ഊർജ്ജസ്വലരും സംസാരപ്രിയരും ആൾക്കൂട്ടത്തിൽ തിളങ്ങാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. കൂട്ടുകാരുമായി കറങ്ങുന്നതും പുതിയ ആളുകളെ പരിചയപ്പെടുന്നതും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതുമൊക്കെ അവർക്ക് വലിയ സന്തോഷം നൽകും. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അവർക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നു. ഇതിന് നേർ വിപരീതമാണ് ഇൻട്രോവേർട്ട്. ഈ കൂട്ടർ ശാന്തമായും ഒറ്റയ്ക്കിരിക്കാനുമാണ് ഇഷ്ടപ്പെടുന്നത്. കൂടാതെ സ്വയം ചിന്തകൾക്കും വികാരങ്ങൾക്കും പ്രാധാന്യം നൽകുകയും ചെയ്യും. 4. കാര്യം സൗഹൃദപരമായ സമീപനമാണ്. സൗഹൃദപരമായ സമീപനം അഥവാ സാഹചര്യങ്ങളുടെ ഇണങ്ങാനുള്ള കഴിവ്. ഈ ഗുണമുള്ള ആളുകൾ ദയയും സ്നേഹവും സഹാനുഭൂതിയും അനുകമ്പയുമുള്ളവരായിരിക്കും. അവർ മറ്റുള്ളവരിൽ വിശ്വാസം അർപ്പിക്കുകയും മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമെടുക്കുകയും ചെയ്യും. തർക്കങ്ങൾ ഒഴിവാക്കി സമാധാനപരമായി മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നു. ഈ സ്വഭാവം കുറവുള്ളവർ ചിലപ്പോൾ മത്സരബുദ്ധിയുള്ളവരും സംശയാലുക്കളും എളുപ്പത്തിൽ വഴക്കിടുന്നവരുമാകാം. സൗഹൃദപരമായ പെരുമാറ്റം മൂലം സാമൂഹിക ബന്ധങ്ങൾ നന്നായി നിലനിർത്തുന്നതിൽ ഇക്കൂട്ടർ മിടുക്കരാണ്. 5. ന്യൂറോട്ടിസിസം. ഇത് ഒരാളുടെ വൈകാരിക സ്ഥിരതയാണ് സൂചിപ്പിക്കുന്നത്. ഈ സ്വഭാവം കൂടുതലുള്ള ആളുകൾ പെട്ടെന്ന് വിഷാദത്തിലാവുക, ഉത്കണ്ഠപ്പെടുക, അതായത് ആങ്സൈറ്റി ഉണ്ടാവുക, വേവലാതിപ്പെടുക അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക എന്നിവയൊക്കെ ചെയ്യുന്നവരായിരിക്കും. ഇവരുടെ മാനസികാവസ്ഥ പെട്ടെന്ന് മാറി വൈകാരികമായി അസ്ഥിരതയുള്ളവരാണ് ഇക്കൂട്ടത്തിലുണ്ടാവുക. എന്നാൽ ഈ സ്വഭാവം കുറവുള്ളവർ വൈകാരികമായി കൂടുതൽ സ്ഥിരതയുള്ളവരും ശാന്തരും സമ്മർദ്ദങ്ങളെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരുമായിരിക്കും. ഉയർന്ന ന്യൂറോട്ടിസിസം ജീവിതത്തിൽ പലപ്പോഴും മാനസിക സമ്മർദ്ദങ്ങൾക്കും കാരണമായേക്കാം. ഓരോ വ്യക്തിയും ഈ 5 സ്വഭാവങ്ങൾ വ്യത്യസ്ത അളവുകളിലായിരിക്കും ഉണ്ടാവുക. ഈ അളവുകളാണ് നിങ്ങളെ നിങ്ങളാക്കുന്ന വ്യക്തിത്വമായി മാറുന്നത്. നിങ്ങളുടെ ഈ സ്വഭാവങ്ങളെക്കുറിച്ചുള്ള അറിവ് സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവരുമായി മികച്ച ബന്ധം സ്ഥാപിക്കാനും നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾക്കായി കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാനും നിങ്ങളെ സഹായിക്കും. കാരണം നിങ്ങളെ നിങ്ങളാക്കുന്നത് മറ്റാരുമല്ല, ഈ 5 അടിസ്ഥാന ഘടകങ്ങളാണെന്ന് തിരിച്ചറിയണം.